നബി തങ്ങള് മഹദി മുസല്ലയിലിരിക്കെ തൻ്റെ നിസ്കാരപ്പായയിലിരിക്കെ പുറത്തുപോയി. അങ്ങനെ കുറെ കഴിഞ്ഞ് തിരിച്ചു വന്നു. മണിക്കൂറുകൾ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ വഹിയ ഫി മുസല്ല, അപ്പോഴും മഹദി തൻ്റെ നിസ്കാരപ്പായയിൽ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. നബി തങ്ങൾ ചോദിച്ചു, ലം തസാലി ഫി മുസല്ലാക്കി ഹാദ, അല്ല ജുവൈരിയ, നിങ്ങൾ ഇപ്പോഴും ഈ നിസ്കാരപ്പായയിൽ തന്നെയാണോ? കാലത്തിനാം, അതേ നബിയെ. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അതാണ് നമ്മുടെ വിഷയം. കുൽത്തു ബഅദകി അർബഅ കലിമാത്തിൻ സലാസ മറാത്തിൻ. പ്രിയപ്പെട്ട ജുവൈരിയ, ഞാൻ ഇവിടുന്ന് നിങ്ങളുടെ അടുത്ത് നിന്ന് ഇറങ്ങിയില്ലേ, അതിനുശേഷം ഞാൻ വെറും 4 വചനങ്ങൾ 3 പ്രാവശ്യം ചൊല്ലി. ലൗ വുസിനത് ബിമാ കുൽത്തി ലവസനതുഹുന്ന. ഞാൻ ഈ ചൊല്ലിയ വെറും 4 വചനങ്ങളുണ്ടല്ലോ, നിങ്ങൾ മണിക്കൂറുകളോളം ചൊല്ലിയ ദിക്റുകളും ഇതും തമ്മിൽ തൂക്കി നോക്കുകയാണെങ്കിൽ ഞാൻ ചൊല്ലിയ ഈ 4 വചനങ്ങൾക്കാണ് ഭാരം തൂങ്ങുക. അവയാണ് മുന്തിയത്, അതിനാണ് വാല്യൂ കൂടുതൽ. മാഷാ അല്ലാഹ്. എന്താണ് ആ ദിക്ർ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതി. അല്ലാഹ്, വല്ലാത്തൊരു വചനം. നോക്കൂ നിങ്ങൾ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ചെയ്തു തന്ന റഹ്മത്താണിത്. വളരെ ചെറിയ ഒരു കർമ്മം, അതിനുള്ള കൂലി വളരെ വലുതും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, അവനെ സ്തുതിക്കുന്നതോടൊപ്പം. എങ്ങനെ? ആദദ ഖൽഖി, അള്ളാഹു പടച്ച പടപ്പുകളുടെ എണ്ണം, അത്രയും എണ്ണം ഞാൻ തസ്ബീഹ് ചൊല്ലുന്നു, അത്രയും എണ്ണം ഞാൻ ഹംദ് പറയുന്നു അള്ളാഹുവിന്. വരിളാ നഫ്സി, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന അത്ര, അള്ളാഹുവിന് തൃപ്തിയാകുന്നത് വരെ ഞാൻ തസ്ബീഹും ഹംദും ചൊല്ലുന്നു. വസീനത്ത അർശി, അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ വെച്ച് ഏറ്റവും ഭാരം കൂടിയ പടപ്പാണ് അർശ്. ആ അർശിൻ്റെ തൂക്കത്തോളം ഞാൻ എന്ത് ചെയ്യുന്നു? തസ്ബീഹ് ഹംദ് ചൊല്ലുന്നു. വമിദാദ കലിമാത്തി, അള്ളാഹുവിൻ്റെ വചനങ്ങൾ തിട്ടപ്പെടുത്താൻ കഴിയാത്താണ്, അത്രയും എണ്ണം ഞാൻ തസ്ബീഹും ഹംദും ചൊല്ലുന്നു. ഈ 4 വചനങ്ങൾ അത് പ്രിയപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ ജുവൈരിയ റളിയല്ലാഹു അൻഹ മണിക്കൂറുകളോളം ചൊല്ലിയ ദിക്റിനേക്കാളും മഹത്തമാണ്. അതുപോലെ നാം ഇവിടെ ചിന്തിക്കേണ്ടത്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ചെയ്തു തന്ന വലിയൊരു നിഅമത്താണിത്. സല്ലല്ലാഹു വസല്ലമ അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അതേപോലെ ഉമ്മുൽ മുഅ്മിനീൻ ജുവൈരിയ റളിയല്ലാഹു അൻഹയെ പോലുള്ള ഒരു വലിയ മഹദി, അവർ സ്വഹാബിയത്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാണ്, സ്വർഗത്തിലെത്തുമെന്ന് ഉറപ്പുള്ളവരാണ്. എന്നിട്ടും മണിക്കൂറുകൾ നിസ്കാരപ്പായയിലിരുന്ന് ദിക്ർ ചൊല്ലിയിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ അവസ്ഥയൊക്കെ ആലോചിക്കാൻ. പരിശുദ്ധ റമദാൻ കഴിഞ്ഞു, ഒരു ഖത്മെങ്കിലും നാം പൂർത്തിയാക്കിയോ?